ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല എന്ന് മകൻ സനന്ദൻ. കല്ലറ പൊളിക്കാനുള്ള നീക്കത്തിൽ എന്ത് ചെയ്യണമെന്ന് ഹിന്ദു ഐക്യവേദി തീരുമാനിക്കുമെന്നും മകൻ സനന്ദൻ പറഞ്ഞു. മരണ സർട്ടിഫിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. അതിനി തന്നെ എടുക്കുകയുള്ളൂ. ഇപ്പോൾ നേരത്തെ ചോദിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് മരണപ്പെട്ടെന്ന് ചോദിച്ചു, അത് തെറ്റാണത്. എൻ്റെ അച്ഛൻ സമാധിയായതാണ്. ഇപ്പോൾ മരണപ്പെടുന്നത് വേറെ, സമാധിയാകുന്നത് വേറെ. ഹിന്ദു ഐക്യവേദിയുടെയും ഹിന്ദു സംഘടനകളുടെയും ഇതാണ്. അവരൊരു തീരുമാനം എടുക്കട്ടെ. നേരത്തെ ഈ വിഷയം കോടതിയിലെത്തിയപ്പോൾ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് കോടതി ചോദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് നമ്മൾ 24 മകന്റെ പ്രതികരണം തേടിയത് അല്ലേ? അതെ, ഈ മകൻ പറയുന്ന ഒരു കാര്യം മരണമല്ല സമാധിയാണ് സംഭവിച്ചതെന്നാണ്. അപ്പൊ സമാധി സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ പറയാനാണ് അല്ലേ. എ വി ജയശങ്കറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ജയശങ്കർ, ഈ ഒരു ചോദ്യം തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ജയശങ്കർ ഇപ്പോൾ മകന്റെ അടുത്ത് ചെന്നപ്പോൾ കിട്ടിയ പ്രതികരണം ഈ വിധത്തിലാണ്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിൽ പ്രതികരിക്കേണ്ടത് എന്നുള്ള സംശയമാണ്. അതായത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കല്ലറ ഇവിടെ ഉയർന്നിട്ട് ദിവസങ്ങൾ കുറേയായി. ഇതിനുള്ളിൽ ഒരു മനുഷ്യനുണ്ട്, ഒരാളുണ്ട് എന്നാണ് പ്രാഥമികമായി നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അപ്പോഴും പോലീസും നിയമ സംവിധാനവും ഇതുവരെ ഈ കല്ലറ പൊളിക്കാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇത് പൊളിക്കാനുള്ള നോട്ടീസ് കുടുംബത്തിന് നൽകുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ അത്തരത്തിലൊരു കത്തോ ഒരു തീയതിയോ സംബന്ധിച്ച് കൊടുത്തിട്ടില്ല. എന്തായാലും ഹൈക്കോടതി ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് RDOയുടെ ഉത്തരവ് നടപ്പിലാക്കണം. ഇത് പൊളിച്ച് ഇതിനുള്ള ആളുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കണം. അത് നിയമപരമായ ബാധ്യത എന്നാണ്. പക്ഷേ നമ്മൾ ഈ കുടുംബമായും മറ്റും സംസാരിക്കുന്നൊരു ഘട്ടത്തിൽ നമ്മൾ നേരത്തെ പ്രതികരണം, മകൻ സനന്ദന്റെ പ്രതികരണം കണ്ടു. സനന്ദൻ ഇതൊരു മരണമായിട്ട് അംഗീകരിക്കുന്നില്ല, ഇതൊരു സമാധിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യമൊന്നുമില്ല ഇതുവരെ, അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി ഈ കല്ലറ പൊളിക്കാൻ നിയമ സംവിധാനം ഇവിടെ എത്തിയാൽ, പോലീസ് എത്തിയാൽ അതിനെ പ്രതിരോധിക്കുക ഹൈന്ദവ സംഘടനകളെന്നാണ് മകൻ പറയുന്നത്. കാരണം ഇതൊരു രാജ്യം, ഈ രാജ്യത്തൊരു നിയമവ്യവസ്ഥയുണ്ട്, ഒരു ഭരണഘടനയുണ്ട്, നിയമ സംവിധാനമുണ്ട്. അതിനെല്ലാം തന്നെ പ്രത്യക്ഷമായി വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ആദ്യഘട്ടം മുതൽ ഈ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അവർക്കൊരു വൈകാരിക തലമുണ്ട്, പക്ഷേ ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്, ആ നിയമ സംവിധാനമുണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ പോലീസുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി കൂടി ഈ വിഷയത്തിൽ പരാമർശം നടത്തിയ സാഹചര്യത്തിൽ, ഹൈക്കോടതിയുടെ കൂടി ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായ സാഹചര്യത്തിൽ ഉടൻ തന്നെ ഈ കല്ലറ പൊളിച്ചൊരു പരിശോധനയ്ക്ക് തയ്യാറാകുമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അത് ഇന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം വൈകുന്നേരമാകുന്നു. ഇനി കല്ലറ പൊളിച്ച് ഇവിടെ തന്നെ പ്രദേശത്ത് തന്നെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ അങ്ങോട്ട് ക്യാമറ തിരിച്ചേൽക്കാണ്. അവിടെ പോലീസ് ആദ്യം ഇൻക്വസ്റ്റ് നടത്താൻ വേണ്ടി ഒരു പ്രത്യേക മറയൊക്കെ ഷീറ്റൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണ്. അന്ന് ഇവിടെ വലിയ ഇപ്പൊ ഈ കുടുംബത്തിന്റെ തത്സമയ ഒരു പ്രതികരണം നമുക്ക് ഇപ്പോൾ ലഭ്യമാക്കാനുള്ള എന്തെങ്കിലും സാഹചര്യം അവിടെ ഉണ്ടോ? അവരവിടെ ആ പരിസരത്തെങ്ങാനും ഉണ്ടോ? അവർ പ്രതികരിക്കുമോ? അതായത് നമ്മൾ ഈ വീടിൻ്റെ അടുത്ത് തന്നെയാണുള്ളത്. ഈ മകൻ ഈ വീടിനുള്ളിലുണ്ട്. ഈ വീടിന്റെ വാതിൽ നമുക്ക് ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ കാണാം. ഈ വീടിന്റെ വാതിൽ കുറച്ചധികം തട്ടിയതിനു ശേഷമാണ് ആ വാതിൽ തത്സമയ പ്രതികരണത്തിന്, കുടുംബത്തിന്റെ പ്രതികരണത്തിന് നിലവിൽ സാധ്യതയില്ല. അവർ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരുടെ ഒരു പ്രതികരണം വേണമെങ്കിൽ നമുക്ക് തേടാമേ. ചേട്ടാ, എന്താണ് സംഭവം? ഇത് എന്താ ചെയ്യേണ്ടത്? ഇത് എന്തോ മനസ്സിലായില്ല. ഈ കല്ലറ ഇവിടെ നിർത്തണോ അതോ പൊളിക്കണോ? എന്താ ചെയ്യേണ്ടത്? നിയമം കല്ലറ ഇരുന്നോട്ട് അത് കുഴപ്പമില്ല. പക്ഷെ ആളുണ്ടോ ഇല്ലെന്ന് അറിയണം. ആള് ഉണ്ടോ ഇല്ലേ എന്നുള്ള അതിനകത്ത് ഉണ്ടായില്ലെന്ന് ആർക്കറിയാം? ഈ സംഭവത്തിൽ ദുരൂഹത ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ആൾ ആരോടും പറയാതെ പിന്നെ അതിനടക്കിയെന്ന് പറയുമ്പോൾ സമാധി, അവരെ ഭാഷയിൽ പറഞ്ഞാൽ സമാധി ഇരുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരാളെങ്കിലും കൗൺസിലറാ അല്ലെങ്കിൽ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റാ വേണം. ഡോക്ടറെ അറിയിച്ചിട്ടില്ല. ഇപ്പോൾ രാവിലെ ഞാൻ പോസ്റ്റർ കാണുന്നു. പോസ്റ്റർ കണ്ടതിന് ശേഷം ഒരു മോൻ്റെ ബൈക്കിൽ കയറിയാണ് ഞാൻ തിരിച്ചു പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ മരിച്ചോന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ മരിച്ചില്ല, സമാധി ഇരുന്നതാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സംഭവം വേറെ വഴിയിലേക്ക് പോയി. പിന്നെ ഉള്ള കാര്യമാണ് അവർ പറയണത് ശരിയാണ്. ഇതിനകത്തുണ്ടോ ഇല്ലയെന്ന് അറിയണമെന്ന്. രണ്ടാമത്തെ കേസ് ആൾ എവിടെയാണെന്നുള്ളത്, ഇതിനകത്തുണ്ടോ ഇല്ലോ, അല്ലെ മരിച്ച അന്ന് നവരാത്രി എന്തോ ആണ്. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗവാതിലെന്തോ തുറക്കുന്ന അന്നത്തെ ആ ദിവസം തന്നെ കറക്റ്റായിട്ട് സമാധി ഇരിക്കുന്നെന്ന് പറയുമ്പോൾ ദുരൂഹതയുണ്ട്. അത് കറക്റ്റായിട്ട് ഒന്ന് അടിച്ച് മരിക്കാത്ത ആളിനെ എടുത്ത് വെച്ചതാണോ, അല്ലെങ്കിൽ മരിച്ചിട്ട്
സത്യം പുറത്തു വരണം. ഓക്കെ, അങ്ങനെ തന്നെയാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. ഈ വിഷയത്തിൽ സത്യം പുറത്തു വരണം. ഈ കല്ലറ പൊളിച്ച് പരിശോധിച്ച് അതിനുള്ളിൽ മൃതദേഹമുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം പെട്ടെന്ന് ഇവർ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു ദിവസം സമാധിയായി എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു സാഹചര്യം അംഗീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം ഇവിടെ ഉണ്ട്, നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥിരം ഇങ്ങോട്ട് വന്നു പോകുന്നുണ്ട്. പോലീസിൻ്റെ പെട്രോളിംഗ് വാഹനം ഇവിടെ നിരന്തരമുണ്ട്. പക്ഷേ അപ്പോഴും ഒരു കല്ലറ പൊളിക്കാനുള്ള ഒരു നടപടി പോലീസിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യം കൂടി ജയശങ്കർ, ഇപ്പോൾ അവർ പറയുന്ന ഹിന്ദു ഐക്യവേദിയുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ തുറക്കുന്നതിലൊക്കെ തീരുമാനം കൈക്കൊള്ളുമെന്നുള്ളതാണല്ലോ. കഴിഞ്ഞ ദിവസം പ്രതിഷേധിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്, ഇവരുടെയൊക്കെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധികൾ ആരെങ്കിലും അവിടെ ഉണ്ടോ? അവർക്ക് എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ? നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന തരത്തിൽ ചില പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതായത് നിലവിൽ ഈ ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. കാരണം ഇന്ന് പൊതുവിൽ ഈ ഹൈക്കോടതിയുടെ പരാമർശം വരുന്നതുവരെ ഇവിടെ കാര്യങ്ങൾ കുറച്ച് ശാന്തമായിരുന്നു. കുറച്ച് പോലീസുകാരും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഹൈക്കോടതി പ്രതികരണം വരുന്നു, പിന്നാലെ മാധ്യമങ്ങൾ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഹിന്ദു ഐക്യവേദിയുടെ തന്നെ ഭാരവാഹിത്വമൊക്കെ ഉണ്ടായിരുന്ന അഭിഭാഷകനാണ് ഇവർക്ക് വേണ്ടി ഈ കേസ് വാദിച്ചത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പോലും അദ്ദേഹം കൃത്യമായി സംഘടനയുടെ കൂടി ഒരു നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കാരണം ഈ കുടുംബം ഇതിനൊരു സമാധി എന്ന് പറയുകയും അത്തരത്തിൽ കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഈ കല്ലറ പൊളിച്ച്, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സമാധി പൊളിച്ച് പരിശോധന നടത്താൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ്. എന്തായാലും ഈ ഇത്തരത്തിൽ പൊളിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് മറ്റോ പോലീസും മറ്റും കടന്നാൽ ഒരു പ്രതിഷേധത്തിന് ഈ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഒരു തലത്തിൽ ഇതിനു വേണ്ട പൊളിക്കാനുള്ള കൊപ്പുകൂട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. പക്ഷേ അതിന് വേഗത വളരെ കുറവാണ്. വളരെ പതുക്കെ കാര്യങ്ങൾ പരിശോധിച്ച് നീക്കിക്കൊണ്ടൊക്കെ തന്നെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ രാജ്യത്തൊരു നിയമവ്യവസ്ഥിതിയുണ്ട്, ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ട്. അപ്പോൾ അത്തരം സംവിധാനമുള്ള ഒരു രാജ്യത്ത്, നിയമം വാഴുന്ന ഒരു രാജ്യത്ത് ഒരാൾ ഒരു കല്ലറയ്ക്കുള്ളിൽ ഒരാൾ സമാധിയാണെന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി, ഇത്രയും ദിവസങ്ങളായിട്ട് നടപടിയില്ലാതെ എന്തായാലും ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വിഷയത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന, ഒരു അടിയന്തര നടപടി, ഒരു നീക്കം ഹൈക്കോടതി ഇടപെടലിന്റെ പിന്നാലെ എന്തായാലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിക്ക് അന്വേഷണത്തിന്റെ ഭാഗമാണ് എന്നത് ഇന്ന് ഹൈക്കോടതി കൂടി പറഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോ അത് ആ വഴിക്ക് തന്നെ പലരും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. നമ്മൾ ജയശങ്കർ പ്രതികരണം തേടുമ്പോൾ പലരും ഇത് സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. പിന്നെ അദ്ദേഹം അയൽവാസി പറഞ്ഞതുപോലെ ഇപ്പം ഒരു മരണം നടന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ട് ഓടിച്ചെല്ലും. ഇതിപ്പോ സമാധിയാണെന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യർക്കൊന്നും അങ്ങ് ചെല്ലാൻ പോലും പറ്റില്ല. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കും. ഈ വിഷയത്തിലെ ദുരൂഹത എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം.